ബഹുമാനപ്പെട്ട ശ്രീ PC വിഷ്ണുനാഥ്, അങ്ങേക്ക് 9 മിനിറ്റ്. സാർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ്. സാർ, ഈ സർക്കാർ കഴിഞ്ഞ ആഴ്ചയാണ് സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി. വലിയ പ്രചരണമാണ് അതിന് മാധ്യമങ്ങൾ വഴിയുമൊക്കെ കൊടുത്തത്. ഇന്ന് ചർച്ച തുടങ്ങിയ ഗോവിന്ദ മാഷ് പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തു വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങിയത്. സാർ, ഞാനും ആ പ്രോഗ്രസ് റിപ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോൾ ഒന്ന് വായിച്ചു. സാർ, പ്രോഗ്രസ് റിപ്പോർട്ട് എന്താണ് പറയുന്നത്? അതിൽ 366 റബ്ബറിൻ്റെ സംഭരണ വില 250 രൂപയായി ഉയർത്തും. ഇതായിരുന്നു മാനിഫെസ്റ്റോയിലുള്ളത്. അതിൻ്റെ പ്രോഗ്രസ്സാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലുള്ളത്. അതിൽ പറയുന്നു, റബ്ബറിൻ്റെ താങ്ങുവില പട്ടികയിൽ ഉൾപ്പെടുത്തി കിലോയ്ക്ക് 250 രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകി. ഇതാണ് പ്രോഗ്രസ് റിപ്പോർട്ട്. രണ്ടാമത്തത് 15 ലക്ഷം ഉപജീവന തൊഴിലുകൾ സൃഷ്ടിക്കും, പ്രോമിസ്. പ്രോഗ്രസ് റിപ്പോർട്ട് അതിനു വേണ്ടിയിട്ട് തൊഴിൽ സഭകൾക്ക് രൂപം നൽകി. ഗ്രാമസഭയിൽ തൊഴിൽ സഭയ്ക്ക് രൂപം നൽകി. അതാണ് തൊഴിലിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട്. എന്ന് മാത്രമല്ല, കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് കേരളത്തിലാണെന്ന റിപ്പോർട്ട് കഴിഞ്ഞ മാസമാണ് പുറത്തു വന്നത്. 31.8% പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയും പറയുന്നത്. അതാണ് പ്രോഗ്രസ് റിപ്പോർട്ട്. മൂന്നാമത്തത് പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നത് K-ഫോൺ ആണ്. 17 ഡോക്ടർ തോമസ് ഐസക് ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് 20 ലക്ഷം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് കൊടുക്കും. ഫ്രീ ഇന്റർനെറ്റ് കണക്ഷൻ വിൽ ബി പ്രൊവൈഡഡ് ടു 20 lakhs പുവർ ഫാമിലീസ്. ഇത് പ്രോമിസ്. ഇനി ഇതിനകത്ത് പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നത് 5685 BPL കുടുംബങ്ങൾക്ക് K-ഫോൺ കണക്ഷൻ കൊടുത്തെന്ന്. അതായത് 20 ലക്ഷം പ്രോമിസ്, 5685 0.000004. ഇതാണ് ഇംപ്ലിമെന്റേഷൻ. ഇതാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നത്. സാർ, അതുപോലെ കൃഷിക്കാരുടെ വരുമാനം 50% കണ്ട് വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. പക്ഷേ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 8 കൊല്ലമായി എന്നാണ് മനസ്സിലാക്കണം. 8 കൊല്ലമായി 50% കണ്ട് വർദ്ധിപ്പിക്കാൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അത് പുനഃസ്ഥാപിക്കും എന്ന് പ്രോമിസ്. പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നത് അതിനെക്കുറിച്ച് പഠിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ 900 എടുത്ത് വായിക്കാൻ എൻ്റെ 9 മിനിറ്റിനകത്ത് സമയം അനുവദിക്കാത്തത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇതുപോലൊരു തോൽവി ജനങ്ങൾക്ക് കൊടുത്തിട്ടും ഇതുപോലൊരു തോൽവി പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണമെങ്കിൽ അസാധ്യമായ ധൈര്യം വേണം സാർ. സാധ്യമായ ധൈര്യം വേണം സാർ. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്കൊന്നും ഇനി ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഗവൺമെന്റ് വന്ന സമയം മുതൽ പരമാനന്ദമാണ്. ലീവ് സറണ്ടർ മരവിപ്പിച്ചു. ഇപ്പം അത് 4 കൊല്ലം കഴിഞ്ഞ് കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. DA 61% കുടിശ്ശിക, 61 തവണ കുടിശ്ശികയായി. 21% ആയിരുന്നു, 2% കൊടുത്തിട്ടുണ്ട്. വീണ്ടും 19% DA കുടിശ്ശികയായിട്ട് നിൽക്കുകയാണ്. ഒരു സാധാരണ ഉദ്യോഗസ്ഥന് ഏതാണ്ട് 1.5 ലക്ഷം രൂപ വരെ ഈ സർക്കാർ DA കുടിശ്ശിക ഇനത്തിൽ ഇപ്പോൾ കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് മെഡിസപ്പ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ജീവനക്കാരെ മുഴുവൻ വഞ്ചിച്ച്, അത് കഴിഞ്ഞിട്ട് ആശ്രിത നിയമന സംവിധാനത്തെ മുഴുവൻ അട്ടിമറിച്ച്, ഇതെല്ലാം കഴിയുമ്പോഴാണ്, ഈ പരമാനന്ദത്തിൽ കഴിയുമ്പോഴാണ് അവർക്ക് ജീവാനന്ദം നൽകാം എന്ന് സർക്കാർ പറയുന്നത്. സാർ, ഇങ്ങനെ ജീവനക്കാരെ ദ്രോഹിക്കുന്ന ഒരു പദ്ധതിക്ക് ജീവാനന്ദം എന്നൊക്കെ പേരിടുന്നവനെ ഈ സഭയിൽ കൊണ്ടുവന്ന് ഒരു പൊന്നാടയാണ് ഈ ആദരിക്കണം സാർ. ഇതുപോലെ ഉപദ്രവിക്കുന്ന പദ്ധതിക്ക് ഇടുന്ന പേര് ജീവാനന്ദം. സഭ ആദരിക്കണം. ഇത്ര അതെ. അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ മറ്റു മേഖലകളുടെ അവസ്ഥയും. സാർ, ഇവിടെ ഇപ്പൊ ഞങ്ങളൊക്കെ കൊല്ലത്തുനിന്ന് വരുന്നവരാണ്. അങ്ങും കൊല്ലത്താണ്. ഇപ്പൊ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കശുവണ്ടി തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിച്ചു 23%. ഒരു സ്വകാര്യ കമ്പനിയിൽ അത് കൊടുക്കുന്നില്ല. ഇടപെടാൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ? 10,000 പേർക്ക് കാപ്പെക്സിലും കോർപ്പറേഷനുമായിട്ട് ജോലി കൊടുക്കുമെന്ന് പ്രോമിസ് ഉണ്ട്. പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്. 786 പേർക്ക് കൊടുത്തു എന്നാണ് പ്രോഗ്രസ് റിപ്പോർട്ട് പറയുന്നത്. സാർ, ഇത് ഓരോ മേഖല എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാർ, ഇവിടെ ഞാൻ നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞു. ഇപ്പോൾ നേരത്തെ ശ്രീ മധുസൂദനൻ അവർ കൂടി പറഞ്ഞു, ഇന്ത്യയുടെ പാർലമെന്റിന്റെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ മതേതര ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകിയ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഞാൻ സാർ ഒരു കാര്യം പറയുന്നു, നിങ്ങൾ ഒരുപാട് പരിഹസിച്ചു
ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി. അസാധ്യമെന്ന് നിങ്ങൾ വിധിച്ചതിനെ സാധ്യമാക്കിയ രാഷ്ട്രീയ ഭഗീരഥ പ്രയത്നത്തിന്റെ പേരാണ് സാർ ശ്രീ രാഹുൽ ഗാന്ധി. വെയിലും മഴയും മഞ്ഞുമേറ്റ് കന്യാകുമാരി മുതൽ കശ്മീർ വരെ ആ മനുഷ്യൻ 4000 കിലോമീറ്റർ കാൽനടയായി കാതങ്ങൾ താണ്ടിയപ്പോൾ അതിനെ പഴംപൊരി പൊറോട്ട യാത്രയെന്ന് പരിഹസിച്ചവരാണ് സാർ നിങ്ങൾ. ആ മനുഷ്യനെ ഒരു നോക്ക് കാണാൻ, ഒന്ന് കൈകോർക്കാൻ പാതകൾക്ക് ഇരുവശവും പുരുഷാരം ഒഴുകി വന്നപ്പോ അതിനെ കണ്ടെയ്നർ യാത്രയെന്ന് പരിഹസിച്ചവരാണ് സാർ നിങ്ങൾ. ഇന്ത്യയുടെ ആത്മാവ് തിരിച്ചുപിടിക്കാൻ തെക്ക് സ്റ്റാലിൻ മുതൽ അങ്ങ് വടക്ക് ഒമർ അബ്ദുള്ള വരെയുള്ള ജനാധിപത്യ വിശ്വാസികൾ ആ മനുഷ്യനൊപ്പം നടന്നപ്പോ നിങ്ങൾ മാത്രമാണ് സാർ കളിയാക്കി ചിരിച്ചത്. നിങ്ങൾ മാത്രമാണ് സാർ അതിനോട് മുഖം തിരിച്ചു നിന്നത്. സാർ ആ മനുഷ്യനെ BJP പോലും മറന്നുപോയ പരിഹാസ പേര് വിളിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കാലത്ത് തയ്യാറായി. എന്നാൽ ആ മനുഷ്യന്റെ ഫോട്ടോ വെച്ച് രാജസ്ഥാനിലെ സിക്കാറിൽ നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം വോട്ട് പിടിച്ചു. തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന്റെ പുഞ്ചിരിക്കുന്ന ചിത്രമുള്ള ബാഡ്ജ് ധരിച്ചുകൊണ്ട് നിങ്ങളുടെ സു വെങ്കടേശ്വരൻ വോട്ട് പിടിച്ചു. ആ മനുഷ്യൻ മൂലം ഇന്ത്യൻ പാർലമെന്റിൽ കൂടുതൽ കനലുകൾ ഉണ്ടായി. ആ മനുഷ്യന്റെ ഫോട്ടോ വെച്ച് ഫ്ലെക്സ് അടിച്ചതുകൊണ്ട് മാത്രം ഈനാമ്പേച്ചിന്നും മരംപട്ടിന്നും നിങ്ങൾ രക്ഷപ്പെട്ടു സാർ. ഇനിയെങ്കിലും ആ മനുഷ്യനെ അധിക്ഷേപിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കേണ്ടേ സാർ. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഹീറോ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എവിടെയായിരുന്നു സാർ? എവിടെയായിരുന്നു സാർ? അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ? ഈ മധുരയിലെ വെങ്കടേശന് വേണ്ടിയിട്ട് 1 മിനിറ്റ് ഈ പിണറായി വിജയൻ പ്രസംഗിക്കാൻ പോയോ? ബംഗാളിലെ CPM-കാർക്ക് വേണ്ടിയിട്ട് ഈ പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ പോയോ? സിക്കാറിലെ അമ്രാറാമിന് വേണ്ടിയിട്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മത്സരിച്ചപ്പോ ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി, CPM-ന്റെ മുഖ്യമന്ത്രി, ഒരു ദിവസം അവിടേക്കൊന്ന് പോവണ്ടേ? ആ സഖാവിന് വേണ്ടി പ്രചരണം നടത്തണ്ടേ? അവിടെയെല്ലാം നിങ്ങൾ പരിഹസിച്ച ആ മനുഷ്യൻ പ്രചരണത്തിന് പോയിരുന്നു സാർ. സാർ, ഇവിടെ ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ വന്ന് നിങ്ങൾ എന്ത് വെല്ലുവിളിയായിരുന്നു? നിങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ നിയമസഭയിൽ നമ്മുടെ സഹപ്രവർത്തകർ CPM-കാർ എന്താ പറഞ്ഞത്? രംഗെണ്ണം കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു പോയതല്ലേ? ഇപ്പൊ എന്താ സ്ഥിതി? ഞങ്ങൾക്ക് 111, നിങ്ങൾക്ക് 19, BJP-ക്ക് 11. ഈ ലീഗിൽ നിന്നൊക്കെ പോയ 1-2 ആളുകളൊക്കെ അപ്പുറത്ത് ചെന്നിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ മതേതരത്വത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലും കേരളത്തിലും പോരാട്ടം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങളുടെ നേതാക്കൾ 1-2 പേര് അപ്പുറത്തൊക്കെ ചെന്നവര് എല്ലായ്പ്പോഴും പരിഹസിക്കുമായിരുന്നു. ഞാൻ പറയട്ടെ, ഞങ്ങൾ നിങ്ങളെ പരിഹസിക്കില്ല. ആ ലീഗിന് 2 MP-മാരുണ്ട് കേരളത്തിൽ നിന്ന്, നിങ്ങൾക്ക് 1 ഉള്ളൂ എന്ന് വിനയത്തോട് നിങ്ങൾ തിരിച്ചറിയണം. നോക്കൂ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് എത്ര അന്തസ്സോട് കൂടിയാണ് അദ്ദേഹം നിങ്ങളെ പരിഹസിച്ചോ? നിങ്ങൾക്ക് 2, ഞങ്ങൾക്ക് 2 ഉണ്ട്, നിങ്ങൾക്ക് 1 ഉള്ളൂ എന്ന് പറഞ്ഞില്ല. ആ രാഷ്ട്രീയ അന്തസ് നിങ്ങൾ മാനിക്കണം. അതാണ് CPI-യുടെ ജില്ലാ കൗൺസിൽ യോഗങ്ങളിൽ പറഞ്ഞു എന്ന് ഇവിടെ പത്രങ്ങളിൽ വാർത്ത വന്നത്. ധാർഷ്ട്യം അവസാനിപ്പിക്കണം. അതാണ് കൂർലോസ് തിരുമേനി പറഞ്ഞത്, ധാർഷ്ട്യം അവസാനിപ്പിക്കണം. അത് തന്നെയാണ് രാമചന്ദ്ര ഗുഹ, ചരിത്രകാരനാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? നരേന്ദ്രമോദിയുടെ കേരള പതിപ്പാണ് പിണറായി വിജയൻ എന്നാണ് ചരിത്രകാരനായ രാമചന്ദ്ര ഗുഹ പറഞ്ഞത്. ഞങ്ങളാരും പറഞ്ഞതല്ല. MP വീരേന്ദ്രകുമാർ അനുസ്മരണ പ്രഭാഷണത്തിലാണ് രാമചന്ദ്ര ഗുഹ പറഞ്ഞത് മോദിയുടെ കേരള പതിപ്പാണ്. 2ാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങളില്ല. G. സുധാകരൻ പഴയ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്, അദ്ദേഹം പറഞ്ഞത്. സാർ, അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ഈ ധാർഷ്ട്യം താഴെ വെക്കണം. സാർ, ഇന്ത്യൻ പാർലമെന്റിൽ 9 ഇടത് MP-മാരുണ്ട്, 4 CPM-കാരുണ്ട്, 2 CPI-കാരുണ്ട്, 2 CPI ML-കാരുണ്ട്, 1 RSP-കാരനുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ 9 ഇടത് MP-മാരുള്ളതിൽ 8 പേരും കോൺഗ്രസിന്റെ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ആ പാർലമെന്റിൽ എത്തിയത് എന്ന സത്യത്തെ നിങ്ങൾ തിരിച്ചറിയണം സാർ. ഞാൻ അതുകൊണ്ട് സാർ, എല്ലാവരും 2-3 മിനിറ്റ് എടുത്ത്, ഞാൻ അത്ര സമയം എടുക്കുള്ളൂ, ഞാൻ അധികം ഒന്നും എടുക്കില്ല സാർ. അതുകൊണ്ട് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ 11 സീറ്റിൽ BJP-കാർ ലീഡ് ചെയ്തതിൽ 11 ഇടതുപക്ഷ MLA-മാരുടെ മണ്ഡലത്തിലല്ലേ സാർ? 19-ന് ശേഷം ഒരു ഇലക്ഷൻ നടന്ന കാര്യം ഇവരാരും പറയുന്നില്ല. ധർമ്മടത്ത് പോലും 2000 അടുത്ത് വോട്ട് മാത്രമാണ് സുധാകരൻ പിറകിൽ പോയത്. ഗോവിന്ദൻ മാഷിന്റെ തളിപ്പറമ്പിൽ K. സുധാകരന് ലീഡാണ്, 8000 വോട്ടിന്റെ ലീഡാണ്. കല്യാശ്ശേരിയിൽ വെറും 50,000 വോട്ട്, എപ്പോഴും ഭൂരിപക്ഷം കിട്ടുന്ന കല്യാശ്ശേരിയിൽ 1000-ൽ താഴെയാണ്. കള്ളവോട്ട് ചെയ്യാൻ പോലും ഇനി ആരെയും വിടരുത്. കാരണം നല്ല വോട്ട് രാവിലെ പോയി സുധാകരന് ചെയ്ത ഒരാളെ
5 തവണ കള്ളവോട്ട് ചെയ്യാൻ വിട്ടു. അവൻ 5 തവണയും പോയി സുധാകരന് കള്ളവോട്ട് ചെയ്തു. അങ്ങനെ സുധാകരൻ 6 വോട്ടായി. ഇവൻ ആകെ ഓരോട്ടേ ചെയ്തിട്ടുള്ളായിരുന്നെങ്കിൽ ഓരോട്ടേ സുധാകരന് കിട്ടുള്ളായിരുന്നു. അവൻ പോയി രാവിലെ നല്ല വോട്ട് സുധാകരന് ചെയ്തിട്ട് വന്നവനെ കൊണ്ടാണ് 5 വോട്ട് കള്ളവോട്ട് മരിച്ചവന്റെ ജയിക്കുന്നത്. 5 പവൻ സുധാകരനാ ചെയ്തത്. അപ്പൊ സുധാകരൻ 6ആയി. അങ്ങനെയാണ്. അപ്പൊ അതാണ് മട്ടന്നൂരിൽ കുറഞ്ഞില്ലേ സാർ, തളിപ്പറമ്പിൽ കുറഞ്ഞില്ലേ സാർ, ധർമ്മടത്ത് കുറഞ്ഞില്ലേ സാർ, കല്യാശ്ശേരിയിൽ കുറഞ്ഞില്ലേ സാർ. അപ്പോൾ അതുകൊണ്ട് ഇത് പഴയതുപോലെ വടകര, ഞാൻ പറയാം, ഷാഫി പറമ്പിൽ ഇവിടെ ഉണ്ട് സാർ. നിങ്ങൾ അവിടെ എന്തെല്ലാമാണ് സാർ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു സമുദായത്തെ ഒരു സമുദായത്തെ നിങ്ങൾ ഒറ്റപ്പെടുത്തി ആക്രമിച്ചില്ലേ? ഇതല്ലേ ഉത്തരേന്ത്യയിൽ BJP ചെയ്തുകൊണ്ടിരുന്നത്? അതിന് നിങ്ങൾ വടകര ചെയ്തില്ലേ? വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയില്ലേ? അതെല്ലാം ചെയ്തില്ലേ? എന്തിനാണ് ഒരു സീറ്റ് ജയിക്കാൻ വേണ്ടിയിട്ട്? എത്ര അപകടകരമായ രാഷ്ട്രീയമാണ് നിങ്ങൾ കളിച്ചത്. അപ്പോൾ അതുകൊണ്ട് 19-ൽ നടന്നതുപോലെ 26-ൽ നടക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം സാർ ഞാൻ അവസാനിപ്പിക്കുന്നു. പൊതുഭരണത്തിലുള്ള ചർച്ചയാണ്. ഈ ബഹളം തീർന്നാൽ ഞാൻ അവസാനിപ്പിക്കാം സാർ. ഇവിടെ സംസ്ഥാനത്തിന്റെ ധനമാനേജ്മെന്റ് അതിദയനീയ അവസ്ഥയിലാണ് സാർ. 6-7 മാസത്തെ സാമൂഹ്യ പെൻഷൻ കുടിശ്ശികയാണ്, ഉച്ചഭക്ഷണം കുടിശ്ശികയാണ്, കരാറെടുക്കാൻ ഒരു MLA, അങ്ങ് MLA ആണല്ലോ, MLA-മാർ കരാറുകാരുടെ പുറകെ നടക്കാൻ ആളുകൾ തയ്യാറാകുന്നില്ല, കുടിശ്ശികയാണ്. പഞ്ചായത്തുകൾക്ക് 3 ഗഡു അവരുടെ ഈ സർക്കാരിൽ നിന്ന് കൊടുക്കേണ്ട ഗ്രാന്റ്, 3 വികസന ഗ്രാന്റ്, 3 ഗഡു കുടിശ്ശികയാണ് സാർ. നെല്ലിന്റെ സംഭരണം നൽകാൻ പണമില്ല സാർ. സർക്കാർ അതിദയനീയമായ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയാണ് സാർ. സാർ അതുകൊണ്ട് ഇതൊക്കെ ഒരു ചടങ്ങായി മാറുകയാണ് സാർ. നമ്മളിവിടെ എത്ര വാദിച്ചാൽ പോലും ഗവൺമെന്റിന്റെ സാമ്പത്തിക അവസ്ഥ, ഡിപ്പാർട്ട്മെന്റുകൾക്ക് പണം കൊടുക്കാൻ കഴിയാത്ത ഗുരുതരമായ സ്ഥിതിവിശേഷം ഈ സംസ്ഥാനത്ത് സംജാതമായിരിക്കുകയാണ്. ഇനിയെങ്കിലും ചുവരെഴുത്തുകൾ മായ്ച്ച് യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്നും താഴേക്ക് വരാൻ ഭരണത്തിലിരിക്കുന്നവർ തയ്യാറാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സാർ.